ഹലോ എവരി വൺ, വെൽക്കം ബാക്ക് ടു വേൾഡ് ഓഫ് ലേണിംഗ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് യൂസേജ് ഓഫ് ഐ വിഷ്. അത് US സ്പെഷ്യലായിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അതായത് ഐ വിഷ് തുടങ്ങുന്ന ഒരു ക്വസ്റ്റ്യൻ US എന്തായാലും നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ ഐ വിഷ് വരുമ്പം അതിൻ്റെ ബാക്കി ഭാഗം എങ്ങനെയാണ് പൂരിപ്പിക്കേണ്ടത്, ഐ വിഷ് വരുമ്പോൾ ഒരു സെൻറ്റൻസിൽ എന്തൊക്കെ ചേഞ്ചസ് ആണ് ഉണ്ടാവുന്നത് എന്നുള്ളത് നമുക്ക് നോക്കിയാലോ. സാധിക്കാതെ പോയ ആഗ്രഹത്തെ സൂചിപ്പിക്കാനാണ് നമ്മൾ സാധാരണയായിട്ട് ഐ വിഷ് ഉപയോഗിക്കുന്നത്. ഐ വിഷിന് ശേഷം വരുന്ന ഭാഗം പാസ്റ്റ് ടെൻസ് ആയിരിക്കും എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഐ വിഷ് ഒരു സെൻറ്റൻസിൽ കണ്ടിട്ടുണ്ടെങ്കിൽ അതിന് ശേഷം വരുന്ന ഭാഗം എന്തായാലും പാസ്റ്റ് ടെൻസ് ആയിരിക്കും എന്നുള്ളത് ഉറപ്പുവരുത്തുക. അത് പാസ്റ്റ് ടെൻസിൻ്റെ ഏത് ഫോമാവും എന്നുള്ളത് മാത്രമേ നമുക്കൊരു കൺഫ്യൂഷൻ വരുള്ളൂ. പാസ്റ്റ് ടെൻസ് ആയിരിക്കും ഐ വിഷിന് ശേഷം വരിക. സോ ഐ വിഷ് എന്ന് പറയുമ്പം സാധിക്കാതെ പോയ ആഗ്രഹം, അതായത് എനിക്ക് ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന് നമ്മൾ ആലോചിക്കുന്ന കാര്യമാണ് ഐ വിഷ് ചേർത്തിട്ട് പറയാം. അപ്പം നമുക്ക് ആദ്യത്തെ സിറ്റുവേഷൻ നോക്കാം. ഐ വിഷ് പ്ലസ് സിമ്പിൾ പാസ്റ്റ് ടെൻസ്. അത് വരുന്ന കുറച്ച് സെൻറ്റൻസിൻ്റെ എക്സാമ്പിൾ നോക്കാം. ഐ വിഷ് ഐ ഹാഡ് എ കാർ. എനിക്കൊരു കാർ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഐ വിഷ് ഐ നോ ദ ആൻസർ. എനിക്ക് ആ ആൻസർ അറിഞ്ഞിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഐ വിഷ് ഷി ലീവ്ഡ് നിയർ മീ. അവൾ എൻ്റെ വീടിൻ്റെ അടുത്ത് ജീവിച്ചിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഐ വിഷ് ഐ വേർ എ ബേർഡ്. ഞാനൊരു പക്ഷിയായിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഇപ്പോൾ ഇവിടെ കണ്ടോ, വെർബിൻ്റെ ഐ വിഷിന് ശേഷം വരുന്ന സെൻറ്റൻസിൽ, അതായത് ആ സെൻറ്റൻസിൻ്റെ പാർട്ടിലൊക്കെ വെർബിൻ്റെ V1 ആണ് ഉപയോഗിച്ചിട്ടുള്ളത്. സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആണ്. ഓക്കെ, സോ നമുക്ക് അടുത്തത് നോക്കാം. ഐ വിഷ് പ്ലസ് പാസ്റ്റ് കണ്ടിന്യൂസ്. ഐ വിഷ് ഇറ്റ് വാസ് റെയിനിങ്. ഇപ്പോൾ മഴ പെയ്യുകയായിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഐ വിഷ് ഐ വേർ സ്റ്റഡിയിങ് ഇൻ ലണ്ടൻ. വേറെ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്, RE ആണ്. ഐ വിഷ് ഐ വേർ സ്റ്റഡിയിങ് ഇൻ ലണ്ടൻ. ഞാൻ ലണ്ടനിൽ പഠിക്കുകയായിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഐ വിഷ് യു വേർ ലിസണിങ് ടു മീ. നിങ്ങൾ എന്നെ ശ്രദ്ധിക്കുമായിരുന്നു എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ശ്രദ്ധിക്കുന്നു എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. മനസ്സിലായോ? അത് കണ്ടിന്യൂസ് ടെൻസ് ആണ്. ING ഫോം വന്നിട്ടുണ്ട്. വരുമ്പോൾ ഐ വിഷ് പ്ലസ് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ്. അപ്പം നമുക്ക് നോക്കാം മീനിങ്. ഐ വിഷ് ഐ ഹാഡ് സ്റ്റഡീഡ് ബെറ്റർ. ഞാൻ നന്നായി പഠിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഐ വിഷ് ദേ വുഡ് കം ഓൺ ഹോളിഡേ വിത്ത് അസ്. അവർ നമ്മളുടെ ഒപ്പം ഹോളിഡേയിൽ വന്നിട്ടുണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഓക്കെ, പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിലാണ് വരുന്നത്. ഓക്കെ, നമുക്കിനി അതുമായിട്ട് റിലേറ്റ് ചെയ്ത കുറച്ച് MCQ ക്വസ്റ്റ്യൻ നോക്കാം. ഐ വിഷ് ഐ ഡാഷ് ഹെൽപ്പ് യു. ഓപ്ഷൻ A ക്യാൻ, ഓപ്ഷൻ B വിൽ, ഓപ്ഷൻ C കുഡ്, ഓപ്ഷൻ D ഹാഡ്. കറക്റ്റ് ആൻസർ ഏതാണ് വരുന്നത്? കുഡ്. ഐ വിഷ് ഐ കുഡ് ഹെൽപ്പ് യു. എങ്ങനെയാണ് കുഡിലേക്ക് വന്നതെന്ന് നോക്കൂ. ക്യാൻ എന്ന് പറയുന്നത് എന്താണ്? കഴിയും എന്നുള്ള മീനിങ് ആണ്. ക്യാൻ്റെ പാസ്റ്റ് ടെൻസ് ആണ് കുഡ്. ഐ വിഷിന് ശേഷം എന്തായാലും പാസ്റ്റ് ടെൻസേ വരുള്ളൂ എന്നുള്ളത് നമുക്കറിയാം. വില്ലും പാസ്റ്റ് ടെൻസ് അല്ല. ആൻഡ് ഹാഡ് ഇവിടെ പാസ്റ്റ് ടെൻസ് ആണ്. ഹാഡ് പക്ഷേ എന്താണ് മീനിങ്? ഉണ്ടായിരുന്നു എന്നുള്ള മീനിങ് ആണ് അല്ലേ. അപ്പം കുഡാണ് അവിടെ കറക്റ്റായിട്ട് സ്യൂട്ട് ആവുക. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ. ഐ വിഷ് ഐ ഡാഷ് ഹൗ ടു മേക്ക് കേക്ക്. ഓപ്ഷൻ A KNOW നോ, ഓപ്ഷൻ B ന്യൂ, ഓപ്ഷൻ C നോസ്, ഓപ്ഷൻ D നോയിങ്. ഇത് കറക്റ്റായിട്ട് വേഗം തന്നെ നമുക്ക് ആൻസർ കിട്ടും. ഓപ്ഷൻ B ന്യൂ, അറിഞ്ഞിരുന്നെങ്കിൽ എന്നാഗ്രഹിക്കുന്നു. എനിക്ക് കേക്ക് ഉണ്ടാക്കാൻ അറിഞ്ഞിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്നു. ന്യൂ ആണ് അവിടെ പാസ്റ്റ് ടെൻസിൽ വരുമ്പോൾ വരിക. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ. ഐ വിഷ് ഐ ഡാഷ് എ കമ്പ്യൂട്ടർ. ഓപ്ഷൻ A ഹാഡ്, ഓപ്ഷൻ B ഹാവ്, ഓപ്ഷൻ C വിൽ ഹാവ്, ഓപ്ഷൻ D വുഡ് ഹാവ്. കറക്റ്റ് ആൻസർ ഏതാണ് വരിക? ഓപ്ഷൻ A ഹാഡ്. ഉണ്ടായിരുന്നെങ്കിൽ, എനിക്കൊരു കമ്പ്യൂട്ടർ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഓക്കെ, നെക്സ്റ്റ് വൺ. ഐ വിഷ് ഐ ഡാഷ് മോർ ടൈം. ഓപ്ഷൻ A ഹാവ്, ഓപ്ഷൻ B ഹാഡ്, ഓപ്ഷൻ C ഹാസ്, ഓപ്ഷൻ D വിൽ. ഇതും സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷൻ B ഹാഡ് ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഓക്കെ, ഫിഫ്ത്ത് വൺ. ഐ വിഷ് ഐ ഡാഷ് സ്പീക്ക് ഇംഗ്ലീഷ്. ഓപ്ഷൻ A ക്യാൻ, ഓപ്ഷൻ B കുഡ്, ഓപ്ഷൻ C ഹാഡ്, ഓപ്ഷൻ D വിൽ. ഇവിടെ നമുക്ക് ആദ്യം തന്നെ രണ്ടെണ്ണം ഒഴിവാക്കാം. ക്യാനും വില്ലും ഒഴിവാക്കാം. കാരണം രണ്ടെന്നാണ്, പ്രസൻറ്റ് ടെൻസ് ആണ്, അത് അവിടെ വരാൻ സാധ്യതയില്ല.
കുഡ് അല്ലെങ്കിൽ ഹാഡ് ആണ് വരിക. അപ്പോൾ ഏതാണ് വരിക? കുഡ്. എനിക്ക് ഇംഗ്ലീഷ് സ്പീക്ക് ചെയ്യാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അപ്പം നമുക്ക് വളരെ ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? ഐ വിഷ് വെച്ചിട്ട് വരുന്ന ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ പറ്റും. അപ്പം വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്